കേന്ദ്ര ബജറ്റിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന പരാതി ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞയാഴ്ചയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഡൽഹിയിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം നടത്തിയത്. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഇതേ പരാതി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ബജറ്റ് വിഹിതത്തിന് അപ്പുറം അതിലും എത്രയോ വലിയൊരു ഭീഷണി 2026-ൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം, നേരിടാൻ പോവുകയാണ്. നിർഭാഗ്യവശാൽ ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ളതാണ് 2026-ൽ സംഭവിക്കാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ സുദീപ് സുധാകരൻ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 2026-ൽ നടക്കാൻ പോകുന്ന ഡീലിമിറ്റേഷൻ അഥവാ പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയവും അത് എങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ളത് എന്നുമാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 81 പ്രകാരം ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിനും അതിന്റെ ജനസംഖ്യക്കനുസരിച്ചാണ് ലോക്സഭാ സീറ്റുകൾ അനുവദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അതായത് കൂടുതൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ കൂടുതൽ സീറ്റുകൾ ആ സംസ്ഥാനത്തിൽ ലഭിക്കും. അതുപോലെ ചെറിയ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയുകയും ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ളത് ഏറ്റവും ജനസംഖ്യ കൂടിയ ഉത്തർപ്രദേശിലാണ്. അവിടെ 80 സീറ്റുണ്ട്. എന്നാൽ ജനസംഖ്യ കുറവുള്ള ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിൽ ആകെ 2 സീറ്റേ ഉള്ളൂ. ഇതേ ആർട്ടിക്കിൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ എല്ലാ ലോക്സഭാ സീറ്റുകളിലെയും ജനസംഖ്യ ഏറെക്കുറെ ഒന്നായിരിക്കണം എന്നാണ്. അതുപോലെ ഒരു സംസ്ഥാനത്തിനുള്ളിലും ലോക്സഭാ സീറ്റുകളിലെ ജനസംഖ്യ ഏറെക്കുറെ ഒന്നായിരിക്കണം എന്ന് ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. ഇതിന്റെ ലോജിക്ക് വളരെ ലളിതമാണ്. ഉദാഹരണത്തിന്, കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ 5 ലക്ഷം വോട്ടർമാരുണ്ടെന്ന് കരുതുക. അതിന്റെ തൊട്ടടുത്തുള്ള വടകര ലോക്സഭയിൽ 10 ലക്ഷം പേരുണ്ട് എന്നും കരുതുക. സ്വാഭാവികമായും അതിൽ ഒരു അനീതി വടകരയിലെ വോട്ടർമാർ നേരിടുന്നുണ്ട്. അതായത് അവിടെ 10 ലക്ഷം പേരെ പ്രതിനിധീകരിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്നാൽ കോഴിക്കോട് 5 ലക്ഷം പേർക്ക് ലോക്സഭയിൽ MP ഉണ്ട്. ഈ ആർട്ടിക്കിൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് 1 വോട്ട് 1 വാല്യൂ എന്ന ജനാധിപത്യ തത്വമാണ്. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഭരണഘടന ആർട്ടിക്കിൾ 81 പ്രകാരം ഇത് യൂണിയൻ ടെറിട്ടറികൾക്കും അതുപോലെ 60 ലക്ഷത്തിന് താഴെ പോപ്പുലേഷനുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ബാധകമല്ല എന്നതാണ്. അവർക്ക് ജനസംഖ്യ കുറവാണ് എങ്കിലും ഒരു സീറ്റെങ്കിലും കൊടുക്കണം എന്നാണ് ഭരണഘടന പറയുന്നത്. ഇതേ ആർട്ടിക്കിൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, മാക്സിമം എത്ര അംഗങ്ങൾ ലോക്സഭയിൽ ഉണ്ടാകാം എന്നതിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 81 പ്രകാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ലോക്സഭയുടെ പരമാവധി തെരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരുടെ എണ്ണം 500 എന്ന് നിജപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് 1956-ലെ 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇത് 520-ലേക്ക്, അതായത് 500 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും 20 പേര് യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും എന്ന രീതിയിൽ ഉയർത്തി. പിന്നീട് 1962-ലെ 14ാം ഭേദഗതി, അതുപോലെ 73-ലെ 31ാം ഭേദഗതി എന്നിവയ്ക്ക് ശേഷം ലോക്സഭയുടെ പരമാവധി തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 550-ലേക്ക് ഉയർന്നു. ഇതിൽ 530 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും 20 പേര് യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1950 മുതൽ 2020 വരെ പ്രസിഡന്റിന് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വേണ്ട രീതിയിൽ ലോക്സഭയിൽ റെപ്രസെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ 2 പേരെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും നോമിനേറ്റ് ചെയ്യാൻ അധികാരമുണ്ടായിരുന്നു. 2020-ൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ഇതുപോലെ നോമിനേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ 331 ഭരണഘടനയിൽ നിന്നും നീക്കിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ ലോക്സഭയുടെ പരമാവധി കപ്പാസിറ്റി ആർട്ടിക്കിൾ 81 പ്രകാരം 550-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ നിലവിൽ 543 സീറ്റുകളാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതായത് നിലവിൽ ഇന്ത്യയിൽ 543 ലോക്സഭാ സീറ്റുകളുണ്ട്. ഭരണഘടനയുടെ തന്നെ ആർട്ടിക്കിൾ 82 ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ ആർട്ടിക്കിൾ പ്രകാരം ലോക്സഭാ സീറ്റുകൾ അതാത് കാലഘട്ടത്തിൽ സെൻസസ് ഡേറ്റയ്ക്ക് അനുസരിച്ച് പുനഃക്രമീകരണം നടത്തണം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിൽ 10 കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് നടത്താറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ 10 കൊല്ലം കൂടുമ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെയും അക്കാലത്തെ ജനസംഖ്യ പരിശോധിച്ച് സീറ്റുകളുടെ എണ്ണം ക്രമീകരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 82 പറയുന്നത്. ഇതിന് കേന്ദ്ര സർക്കാർ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ആ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഒരു നിയമം കൊണ്ടുവരണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നത്. ഇത് പ്രകാരം സ്വതന്ത്ര ഇന്ത്യയിൽ 1952, അതുപോലെ 1963, 73 ഈ വർഷങ്ങളിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുകയും അതിന് അനുസരിച്ച് ലോക്സഭാ സീറ്റുകൾ പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്.
അടിയന്തരാവസ്ഥയുടെ സമയത്ത്, അതായത് 1976-ൽ ഇന്ദിരാഗാന്ധി സർക്കാർ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 82 പ്രകാരമുള്ള ലോക്സഭാ സീറ്റുകളുടെ പുനഃക്രമീകരണം 25 വർഷത്തേക്ക്, അതായത് 2021 സെൻസസ് വരെ തടഞ്ഞുവെച്ചു. ഇന്ദിരാഗാന്ധിയെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത് സർക്കാരിന്റെ കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ട നടപടികളായിരുന്നു. ഓർക്കേണ്ട ഒരു വസ്തുത, ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. ഇവിടെ പുനർനിർണയം നടത്തിയാൽ ജനസംഖ്യാ നിയന്ത്രണം മികച്ച രീതിയിൽ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക്, എന്ന് വെച്ചാൽ ആ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ കുറയുന്നത് മൂലം അവർക്ക് സീറ്റ് കുറയുകയും, എന്നാൽ ഇത് ശരിക്കും നടപ്പിൽ വരുത്താത്ത സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ട് അവരുടെ സീറ്റ് കൂടുകയും ചെയ്യുമെന്ന് ഇന്ദിരാഗാന്ധി സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഇത് തെറ്റായ മെസ്സേജ് നൽകുമെന്നും മാത്രമല്ല ഇത് കുടുംബാസൂത്രണത്തിലൂടെ ജനസംഖ്യ നിയന്ത്രിക്കുക എന്ന ദേശീയ നയത്തിന് എതിരാകും എന്ന കാരണം കൊണ്ടും കൂടിയാണ് ആർട്ടിക്കിൾ 82 മരവിപ്പിക്കാൻ അക്കാലത്ത് തീരുമാനിച്ചത്. 25 വർഷങ്ങൾക്ക് ശേഷം 2022-ൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പാർലമെന്റ് വീണ്ടും ആർട്ടിക്കിൾ 82 തടയുന്നൊരു നിയമം ഭരണഘടനയുടെ 84ാം ഭേദഗതിയിലൂടെ പാസാക്കി. പ്രസ്തുത ഭേദഗതി അനുസരിച്ച് 2026 വരെ മണ്ഡല പുനർനിർണയം മരവിപ്പിച്ചു. ഈ ഭേദഗതി പ്രകാരം 2031-ൽ നടക്കേണ്ട സെൻസസ് അനുസരിച്ചാണ് പിന്നീടുള്ള ഡീലിമിറ്റേഷൻ നടത്തേണ്ടത്. ഇവിടെയും പ്രധാനപ്പെട്ട ഒരു കാരണം ജനസംഖ്യാ നിയന്ത്രണം തന്നെയായിരുന്നു. എന്നാൽ അടുത്ത വർഷം 2003-ൽ ഭരണഘടനയുടെ 87ാം ഭേദഗതി സംസ്ഥാനങ്ങൾക്കുള്ളിൽ, അതായത് ഒരു സംസ്ഥാനത്തെ മൊത്തം സീറ്റ് സംഖ്യ മാറ്റാതെ മണ്ഡല പുനർനിർണയം അനുവദിച്ചു. ഉദാഹരണത്തിന് കേരളത്തിൽ 2004 വരെ ഉണ്ടായിരുന്ന മഞ്ചേരി ലോക്സഭാ മണ്ഡലം 2009 മുതൽ പൊന്നാനി മണ്ഡലമായി മാറി. എന്നാൽ ആകെ സീറ്റുകൾ 20 തന്നെയായി തുടർന്നു. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 50 കൊല്ലം മുന്നേയുള്ള 1971-ലെ സെൻസസിലെ ജനസംഖ്യാ കണക്ക് അനുസരിച്ചുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. 2023 മെയ് മാസത്തിലാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് ലോക്സഭയിൽ ഇതിൽ 888 സീറ്റുകളുണ്ട് എന്നുള്ളതാണ്. ഇത് കേവലം ഒരു യാദൃച്ഛികത മാത്രമാണോ? അല്ലെന്ന് കരുതാനാണ് കൂടുതൽ തെളിവുകൾ ഉള്ളത്. ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ഇതിന്റെ കൃത്യമായ സൂചന പ്രധാനമന്ത്രി മോഡി തന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. और हमें ये भी देखना होगा कि आने वाले समय में सीटों की संख्या बढ़ेगी, सांसदों की संख्या बढ़ेगी, वो लोग कहां बैठते हैं? और इसलिए ये समय की मांग थी कि संसद की नई इमारत का निर्माण किया जाए. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഡീലിമിറ്റേഷൻ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ 5 സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദി ബെൽറ്റിലെ ബീഹാർ, UP, മധ്യപ്രദേശ്, അതുപോലെ രാജസ്ഥാൻ എന്നീ 4 സംസ്ഥാനങ്ങളുമാണ് താരതമ്യം ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മികച്ച ട്രാക്ക് റെക്കോർഡ് കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമൂലം 5 സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജനസംഖ്യാ നിരക്ക് വളരെ കുറവാണ്. ഏറ്റവും ലേറ്റസ്റ്റ് കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും TFR അഥവാ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2ന് താഴെയാണ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഗർഭം ധരിക്കുന്ന പ്രായത്തിൽ ശരാശരി ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നു എന്ന കണക്കാണ്. ഇത് 2 ഉണ്ടെങ്കിലേ ഒരു പോപ്പുലേഷൻ അതേ അളവിൽ റീപ്ലേസ് ചെയ്യപ്പെടുകയുള്ളൂ. ലളിതമായി പറഞ്ഞാൽ ഒരു സ്ത്രീക്കും പുരുഷനും മിനിമം 2 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിലേ അവർ മരിക്കുമ്പോൾ, അതായത് 2 പേര് മരിക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത തലമുറ അതേ ജനസംഖ്യ നിലനിർത്തൂ. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമായ ട്രാക്ക് റെക്കോർഡാണ് ഹിന്ദി ബെൽറ്റിലെ വലിയ സംസ്ഥാനങ്ങളായ UP, ബീഹാർ, രാജസ്ഥാൻ, അതുപോലെ മധ്യപ്രദേശ് എന്നിവയ്ക്കുള്ളത്. ഇതിൽ ബീഹാറിന്റെ TFR 3ഉം UPയുടേത് 2.4ഉമാണ്. അതായത് ജനസംഖ്യ ഈ സംസ്ഥാനങ്ങളിൽ ഉയരുകയാണ്. 2026-ൽ ഇന്ത്യൻ ജനസംഖ്യ എത്രമാത്രം വളരും എന്ന എസ്റ്റിമേറ്റ് വെച്ച് കാർണിഗെ എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് എന്നൊരു തിങ്ക് ടാങ്ക് നടത്തിയ പഠനം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പഠനം 2 എസ്റ്റിമേഷൻ തരുന്നുണ്ട്. ഒന്ന്, നിലവിലെ 543 സീറ്റുകൾ അതേപോലെ നിലനിർത്തി അത് അഡ്ജസ്റ്റ് ചെയ്താൽ ഓരോ സംസ്ഥാനത്തിനും എത്ര ലോക്സഭാ സീറ്റുകൾ ഉണ്ടാകുമെന്നും, അതുപോലെ സീറ്റുകൾ 848ലേക്ക് ഉയർത്തിയതിനു ശേഷം പുനർനിർണയം ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമെന്നും റിപ്പോർട്ട് നോക്കുന്നുണ്ട്.
1971 സെൻസസ് അനുസരിച്ചുള്ള നിലവിലെ ലോക്സഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആകെയുള്ളത് 129 സീറ്റാണ്. അഥവാ മൊത്തം സീറ്റിന്റെ 23.57% സീറ്റുകൾ. ഹിന്ദി ബെൽറ്റിലെ വലിയ സംസ്ഥാനങ്ങളായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4 സംസ്ഥാനങ്ങൾക്ക് അവർക്കുള്ളത് 174 സീറ്റാണ്. അഥവാ 32% സീറ്റുകൾ. ആദ്യം നമുക്ക് 543 സീറ്റുകൾ തന്നെ നിലനിർത്തി 2026 പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് പ്രകാരം ലോക്സഭാ സീറ്റുകൾ വിഭജിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇത് പ്രകാരം തമിഴ്നാടിന്റെ സീറ്റുകൾ 39 നിന്ന് 31ലേക്കും, കേരളത്തിൻ്റെത് 20 നിന്ന് 12ലേക്കും, കർണാടകത്തിൻ്റെത് 28 നിന്നും 26ലേക്കും, ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളുടേത് 42 നിന്നും 34ലേക്കും ചുരുങ്ങും. ഇവിടെ ഏറ്റവും നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിനാണ് എന്ന് കാണാൻ സാധിക്കും. ഏകദേശം പകുതിയായി സീറ്റുകൾ കുറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ മൊത്തം സീറ്റുകൾ 129 നിന്ന് 103ലേക്ക് കുറയും. എന്ന് വെച്ചാൽ ശതമാനക്കണക്കിൽ 23.57 നിന്നും 19.85ലേക്ക് കുറയും. അതേസമയം ഹിന്ദി ബെൽറ്റിൽ UP 80 നിന്ന് 91ലേക്കും, ബീഹാർ 40 നിന്ന് 50ലേക്കും, രാജസ്ഥാൻ 25 നിന്ന് 31ലേക്കും, മധ്യപ്രദേശ് 29 നിന്ന് 33ലേക്കും, അതായത് മൊത്തം സീറ്റുകൾ 174 നിന്ന് 205 മാറും. ശതമാനക്കണക്കിൽ നിലവിലെ 32% നിന്നും 37% ഇത് ഉയരും. മറ്റ് ചെറിയ ഹിന്ദി സംസ്ഥാനങ്ങളെ കൂടി ചേർത്താൽ ഈ കണക്ക് ഇനിയും വലുതാകും. ഇനി രണ്ടാമത്തെ എസ്റ്റിമേറ്റ് പ്രകാരം മൊത്തം സീറ്റ് 848ലേക്ക് ഉയർത്തിയതിനു ശേഷം പുനർനിർണയം നടത്തുമ്പോൾ സ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കാം. ഇവിടെയും സ്ഥിതി അതുപോലെ തന്നെ തുടരുകയാണ്. ഉദാഹരണത്തിന് 848 MP-മാരുള്ള ലോക്സഭയിലും കേരളത്തിന്റെ സീറ്റുകൾ 20 തന്നെയായി തുടരുമ്പോൾ UP-യുടേത് 80 നിന്ന് ജമ്പ് ചെയ്ത് 143ലേക്ക് കുതിച്ചു കയറും. ഇവിടെ ശതമാനം കൂടി നോക്കിയാൽ മാത്രമേ എന്താണ് യഥാർത്ഥ ചിത്രം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. അതായത് ഇന്ന് 543 MP-മാരുള്ള ലോക്സഭയിൽ 20 എന്നാൽ രാജ്യത്തിന്റെ 3.6% കേരളത്തിന്റെ റെപ്രസെന്റേഷനാണ് എന്ന് പറയാം. എന്നാൽ 848-ൽ 20 എന്നത് കേവലം 2.3% മാത്രമാണ്. ഏകദേശം 40%-ഓളം കേരളത്തിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ കുറയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. മൊത്തം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടിയുള്ള സീറ്റായ 164ലേക്കാൾ എത്രയോ മുൻപിലെത്തും UP-യും ബീഹാറും മാത്രം ചേർന്നാൽ. അത് ഏകദേശം 222 സീറ്റ് ഉണ്ടാകും. അതായത് സൗത്ത് ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ താഴോട്ട് പോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യാ വളർച്ച കുറയുന്നത് ആ സംസ്ഥാനം ജനസംഖ്യാ നിയന്ത്രണത്തിലെടുക്കുന്ന എഫിഷ്യൻ്റായ നടപടികൾ മാത്രം കൊണ്ടല്ല. അതോടൊപ്പം സ്ത്രീ ശാക്തീകരണം, പ്രാഥമിക ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ വളർച്ച കൊണ്ടുകൂടിയാണ് ആ സംസ്ഥാനത്തിന്റെ ജനസംഖ്യാ നിരക്ക് കുറയുന്നത്. ഡീലിമിറ്റേഷൻ നടത്തി നിലവിൽ സൗത്ത് ഇന്ത്യയുടെ സീറ്റുകൾ കുറയ്ക്കുക അല്ലെങ്കിൽ ശതമാനത്തിലുള്ള പ്രാതിനിധ്യം കുറയ്ക്കുക എന്നതിന്റെ അർത്ഥം ലളിതമായി പറഞ്ഞാൽ ദേശീയ നയത്തിന്റെ ഭാഗമായി മനുഷ്യ വികസനവും അതുപോലെ ജനസംഖ്യാ നിയന്ത്രണവും നടത്തിയതിന് ഈ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന പോലെയാണ്. അതോടൊപ്പം ഇതിലെല്ലാം പരാജയപ്പെട്ട നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന പോലെയുമാണ്. കേരളമൊക്കെ മികച്ച രീതിയിൽ ജനസംഖ്യ നിയന്ത്രിക്കുകയും വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ഉറപ്പാക്കുകയും ചെയ്തത് ബലത്തിൽ സംസ്ഥാനത്തിന് ദോഷമായി മാറുന്ന വിചിത്രമായ കാഴ്ച ഇവിടെ കാണാൻ കഴിയും. എന്താണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നുകൂടി നോക്കിയാലേ ചിത്രം പൂർണ്ണമാകൂ. നിലവിൽ സൗത്ത് ഇന്ത്യയിലെ 129 ലോക്സഭാ സീറ്റുകളിൽ NDAക്ക് ലഭിച്ചിട്ടുള്ളത് കേവലം 30 സീറ്റുകൾ മാത്രമാണ്. ഇതിൽ കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒറ്റ സീറ്റും BJP ജയിച്ചിട്ടില്ല. അതുപോലെ സൗത്തിലെ ഒരു സംസ്ഥാനത്തും നിലവിൽ NDA ഭരണമില്ല. ആകെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയാൻ കഴിയുന്നത് കർണാടക മാത്രമാണ്. എന്നാൽ ഹിന്ദി ബെൽറ്റിലേക്ക് വന്നാൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച വലിയ സംസ്ഥാനങ്ങളിലെ 174 സീറ്റുകളിൽ 156 സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് NDA മുന്നണിയാണ്. സ്വാഭാവികമായും ഈ മേഖലയിൽ സീറ്റുകൾ വർദ്ധിച്ചാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം ലഭിക്കുക NDA മുന്നണിക്കായിരിക്കും. ഇത് ഡീലിമിറ്റേഷൻ നടപ്പിൽ വരുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഹിന്ദി ഹൃദയഭൂമി പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്ന സ്ഥിതി അത് നിലവിൽ തന്നെ ശക്തമാണ്, എങ്കിലും ഒന്നുകൂടി ശക്തിപ്പെടും എന്ന് നമുക്ക് കാണാം. ഇതോടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന സ്ഥിതി വരും.
നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 2021 നടക്കേണ്ട സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. കോവിഡ് മൂലമാണ് നടക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് സെൻസസ് നടക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, 2026 ഡീലിമിറ്റേഷൻ മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി അവസാനിക്കുന്ന ഉടനെ 2021 സെൻസസ് സർക്കാരിന് ആരംഭിക്കാൻ സാധിക്കും. അന്നത്തെ കണക്കനുസരിച്ച് ഒരു ഭരണഘടനാ ഭേദഗതി പോലുമില്ലാതെ മണ്ഡലങ്ങളെ ഇതുവഴി പുനർനിർണയിക്കാനും സാധിക്കും. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഫെഡറൽ സംവിധാനത്തിനും ഒട്ടും നല്ലതായിരിക്കില്ല എന്ന് ഉറപ്പാണ്. ഫെഡറൽ യൂണിറ്റുകളുടെ പ്രാധാന്യം കുറയ്ക്കുന്നതിലേക്ക് ഇത് കാരണമാകും. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ബജറ്റ് വിതരണത്തിലും റെയിൽവേ വികസനത്തിലും ഹിന്ദി ഇമ്പോസിഷനിലും എല്ലാം കാണുന്ന സൗത്ത് ഇന്ത്യയോടുള്ള വിവേചനപരമായ സമീപനത്തിന്റെ കോണ്ടെക്സ്റ്റിൽ കൂടി ഈ ഡീലിമിറ്റേഷൻ ഉയർത്തുന്ന വെല്ലുവിളികളെ കാണേണ്ടതുണ്ട്. നോർത്ത് വേഴ്സസ് സൗത്ത് എന്ന ഡിവിഷൻ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഈ നടപടികൾ ഉപകരിക്കൂ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇലക്ഷൻ ചർച്ചകളിൽ ഇതും ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ചാനലിൽ വരും ദിവസങ്ങളിൽ ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അവലോകനങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.